1920കളുടെ കാലഘട്ടം. ബ്രിട്ടീഷ് അധിനിവേശ പോരാട്ടങ്ങൾക്കെതിരെയും ജന്മിത്തത്തിനെതിരെയും പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന കാലം. വിദ്യാഭ്യാസ മേഖലയിൽ പള്ളിക്കൂടങ്ങളും ഓത്തുപള്ളികളും പ്രക്ഷോഭിച്ചിരുന്ന സമയം. കേരളക്കരയിൽ വിശിഷ്യ മലബാറിന്റെ പ്രദേശങ്ങളിൽ അങ്ങുമിങ്ങുമായി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച അക്കാലഘട്ടത്തിൽ മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ ഉപജില്ലയിൽപ്പെടുന്ന ചെമ്മാണിയോടിനടുത്തുള്ള കൊടക്കാടഞ്ചേരി എന്ന പ്രദേശത്ത് കണ്യാല, കിടാറ്റൂർ, ചെമ്മാണിയോട്, ആനപ്പാംകുഴി എന്നീ പ്രദേശനിവാസികളുടെ ഭാവി തലമുറകളെ സ്വപ്നം കണ്ട് 1922 പൗരപ്രമാണിയും നാട്ടുകാരണവരും പണ്ഡിതനും കൂടിയായ കൊടക്കാട്ട് മൈതുപ്പമല്ല എന്നവരുടെ ദീർഘദൃഷ്ടിയുടെ ഫലമായിട്ടാണ് ഒരു LP സ്കൂൾ സ്ഥാപിതമാവുന്നത്. AMLP സ്കൂൾ ചെമ്മാണിയോട് എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടിരുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനം 1935 കണ്യാലയിലേക്ക് മാറ്റി സ്ഥാപിച്ചതോടെ പ്രദേശവാസികളുടെ വിദ്യാഭ്യാസ മേഖലകളിലേക്കുള്ള പുതുജാലകം തുറക്കപ്പെട്ടു. സ്കൂളിന്റെ സ്ഥാപകൻ മൈതുപ്പമല്ല എന്നവരുടെ മരണത്തോടെ അവരുടെ മകളും പുളിയക്കുത്ത് മൂസയുടെ ഭാര്യയുമായ തിത്തുമ്മ എന്നവർക്ക് പ്രസ്തുത സ്ഥാപനം അനന്തരമായി ലഭിക്കുകയും അവരുടെ മേൽനോട്ടത്തിലായി വിദ്യാലയത്തിന്റെ ദൈനംദിന പ്രക്രിയകൾ തുടർന്നു വരികയും ചെയ്തു. വർഷങ്ങൾ പിന്നിട്ട് 1975 ശേഷം സ്കൂളിന്റെ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം കാരണം ഒരു ഭാഗം തകരുകയും ചെയ്ത സാഹചര്യത്തിൽ സ്കൂളിലെ പഠന പ്രവർത്തനങ്ങൾ അൽ മദ്റസത്തു സ്വാലിഹിയയിലേക്ക് മാറ്റി സ്ഥാപിച്ചു. വിദ്യാലയത്തിന്റെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് പ്രയാസം നേരിട്ട സാഹചര്യത്തിൽ 1979 ആത്മജ്ഞാനത്തിന്റെ ആകാശ വികാശ ലോകങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും നാടിന്റെ നാനോന്മുഖ പുരോഗതിയെ മുന്നിൽ കണ്ട് KT അബ്ദുള്ള ഹാജി എന്ന ഷേഖുന കണ്യാല മൗല റളിയല്ലാഹു അൻഹു അവറുകളുടെ നേതൃത്വത്തിൽ മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും അക്കാലത്തെ നാട്ടിലെ പൗരപ്രമാണികളുമായിരുന്ന ബഹുമാനപ്പെട്ട കൊളക്കമ്പാറ സൂപ്പി, പാലഞ്ചേരി നാണിക്കുട്ടി ഹാജി, KT മാനു ഹാജി, വൈശ്യർ കുഞ്ഞി മുഹമ്മദ് ഹാജി, പാലഞ്ചേരി കുഞ്ഞിമുട്ടി ഹാജി, കണ്ണിമേൽ പാലഞ്ചേരി അബ്ദു, പാലഞ്ചേരി കുഞ്ഞാണി ഹാജി, കൂറ്റമ്പാറ ബാപ്പു ഹാജി തുടങ്ങിയവരും വിദ്യാലയത്തിന്റെ ആദ്യകാല മാനേജർ പാറമ്മൽ വീരാൻ എന്നിവരുടെ കൂട്ടായ്മയിലൂടെ സ്കൂൾ ഉൾക്കൊള്ളുന്ന 66 സെന്റ് സ്ഥലം തിത്തുമ്മയിൽ നിന്ന് മഹല്ല് കമ്മിറ്റി പണം കൊടുത്തു വാങ്ങിച്ചു. വിദ്യാലയത്തിന്റെ പുനർനിർമ്മാണത്തിനും ധനസമാഹരണത്തിനും ഇവർ തന്നെയായിരുന്നു മുന്നിട്ടിറങ്ങിയിരുന്നത്. 1984 വിദ്യാലയത്തിന്റെ ഭൗതിക സൗകര്യങ്ങളിൽ മികവ് പുലർത്തി വിദ്യാർത്ഥികളുടെ പഠന പാഠ്യേതര പ്രവർത്തനങ്ങളുടെ മികവാർന്ന മുന്നേറ്റങ്ങൾക്ക് സഹായകമാം വിധം കൂടുതൽ സൗകര്യങ്ങളോടെ വിദ്യാലയം പുതുക്കിപ്പണിത് പ്രവർത്തന സജ്ജമാക്കി. വർഷങ്ങൾ പിന്നിട്ട് 1992 ജൂലൈ 7 വണ്ടൂർ രജിസ്റ്റർ ഓഫീസിൽ കണ്യാല മൗല അവറുകളുടെ നേതൃത്വത്തിൽ സ്കൂളും സ്ഥലവും രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചതോടെ സ്കൂളിന്റെ ഉടമസ്ഥാവകാശം പൂർണ്ണമായും മഹല്ല് കമ്മിറ്റിയുടെ നിയന്ത്രണത്തിൽ വരികയും ചെയ്തു. വിദ്യാഭ്യാസ ഏജൻസിയായി സ്കൂൾ മാനേജ്മെന്റിന് അപ്പോഴും പരിപൂർണ അംഗീകാരം ലഭിച്ചിരുന്നില്ല. പിന്നീട് 2014 DGE ഓഫീസിൽ നിന്നും സ്കൂളിന്റെ മാനേജ്മെന്റ് പൂർണ്ണമായും കമ്മിറ്റിയുടെ അധികാരത്തിലായിട്ടുള്ള ഉത്തരവ് ലഭിച്ചത്. അതുപോലെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കണ്യാലയിലാണെങ്കിലും ചെമ്മാണിയോട് എന്ന സ്ഥലനാമത്തിൽ അറിയപ്പെട്ടിരുന്ന അവസ്ഥയിൽ നിന്നും മാറ്റി കണ്യാല എന്ന സ്ഥലനാമത്തിൽ തന്നെ അറിയപ്പെടണമെന്ന നാടിന്റെ കാലങ്ങളായിട്ടുള്ള ആവശ്യം പരിഗണിച്ച് 2023 മാർച്ച് 12 ചേർന്ന ജനറൽ ബോഡി യോഗത്തിൽ സ്കൂളിന്റെ സ്ഥലനാമം കണ്യാല എന്നാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിക്കുകയും തദടിസ്ഥാനത്തിൽ AMLP സ്കൂൾ കണ്യാല എന്ന് നാമകരണം ചെയ്യപ്പെടുകയും ചെയ്തു. പാലഞ്ചേരി ഉമ്മർ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഭാരവാഹികളായിരുന്നു ഈ രണ്ട് പ്രവർത്തനങ്ങൾക്കും നേതൃപരമായ പങ്ക് വഹിച്ചത്. നൂറ്റാണ്ടുകൾ പിന്നിട്ട AMLPയുടെ അറിവിൻ പ്രസരണ വഴികളിൽ വഴികാട്ടികളായ ഗുരുവര്യർ നിരവധിയാണ്. ചോഴി മാസ്റ്റർ, കണ്ണൻകുട്ടി മാസ്റ്റർ, രാഘവൻ മാസ്റ്റർ, ബാപ്പു മാസ്റ്റർ, ജമാൽ മാസ്റ്റർ, നൊട്ടൻ മാസ്റ്റർ എന്നിവർ ആദ്യകാല അധ്യാപകരിൽ മൺമറഞ്ഞവരിൽ ചിലരാണ്. ഈ ധന്യമുഹൂർത്തത്തിൽ പ്രാർത്ഥനാപൂർവം നിറമഴികളോടെ സ്മരിക്കുകയാണ്. കോണിക്കുഴിയിൽ അസീസ് മാസ്റ്റർ, മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ മാസ്റ്റർ, ജോൺ മാസ്റ്റർ, സുലൈമാൻ മാസ്റ്റർ, സുധാകരൻ മാസ്റ്റർ, രുക്മിണി ടീച്ചർ, അബ്ദുൽ ഖാദർ മാസ്റ്റർ, നാരായണൻകുട്ടി മാസ്റ്റർ, ജമീല ടീച്ചർ, സൈനബ് ടീച്ചർ എന്നിവർ AMLPയുടെ അറിവിന്റെ പ്രസരണ പാതയിലെ അഭിമാനിതരായ അധ്യാപകരാണ്.
തലമുറകളിലൂടെ വിദ്യയുടെ പ്രഭചൊരിഞ്ഞ് ഇന്ന് HM ഷമിത ടീച്ചറുടെ നേതൃത്വത്തിൽ മറ്റു അധ്യാപകരായ അഷ്റഫ് മാസ്റ്റർ, അനീഷ് മാസ്റ്റർ, നബീല ടീച്ചർ, ഇബ്രാഹിം കുട്ടി മാസ്റ്റർ എന്നിവർ അധ്യാപന സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറമ്മൽ വീരാൻ, KP അബ്ദുപ്പു, KP ഹനീഫ ഹാജി, മേക്കാടൻ കുഞ്ഞിപ്പു ഹാജി, KP മുഹമ്മദ് കുട്ടി എന്നിവർ സ്കൂൾ മാനേജർമാരായി സേവനമനുഷ്ഠിച്ചു. വിദ്യാലയത്തിന്റെ പുരോഗതിയിൽ വേറിട്ട ചൈതന്യം തീർത്ത് KP സലാഹുദ്ദീൻ എന്നിവർ ഇപ്പോൾ മാനേജറായി തുടർന്നു വരുന്നു. പതിറ്റാണ്ടുകൾ പിന്നിട്ട് തലമുറകളിലൂടെ വൈജ്ഞാനിക വെട്ടം കൈമാറി AMLP സ്കൂളിന്റെ പുരോഗമന പ്രവർത്തനങ്ങൾ യഥാസമയം തുടർന്നുകൊണ്ടിരുന്നു. 2014 പട്ടിക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ സഹായത്തോടെ സ്റ്റേജ് ആൻഡ് ക്ലാസ് റൂം പണി കഴിപ്പിച്ചതോടുകൂടി വിദ്യാർത്ഥികളുടെ പഠന പാഠ്യേതര മേഖലകൾക്ക് ചാലകശക്തിയായി. വിദ്യാലയത്തിലെ പ്രീ സ്കൂളുകളുടെ ആരംഭവും ക്ലാസുകളുടെ സുഗമമായ നടത്തിപ്പും പരിഗണിച്ച് 2016 E അഹമ്മദ് സാഹിബ് MP ഫണ്ട് ഉപയോഗിച്ച് ഒരു ക്ലാസ് റൂം നിർമ്മിക്കാൻ സാധ്യമായി എന്നത് വിദ്യാലയത്തിന്റെ മുന്നേറ്റങ്ങൾക്ക് സഹായകമായി. PTA പ്രസിഡന്റ് MA വാഹിദിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ 2 നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗതി പ്രാപിച്ചത്. സ്കൂൾ കെട്ടിടം പുനർനിർമ്മിക്കാൻ മഹല്ല് കമ്മിറ്റി തീരുമാനിച്ചാവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു. AMLP സ്കൂളിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നാൾ വഴികളിലൂടെ 12/3/2023 ഞായറാഴ്ച അൽ മദ്രസത്തു സ്വാലിഹിയയിൽ ചേർന്ന ജനറൽ ബോഡി യോഗത്തിൽ കാലോചിതമായ മുന്നേറ്റങ്ങൾക്കൊപ്പം സ്ഥാപനവും സഞ്ചരിക്കണമെന്ന പൊതുജനാഭിപ്രായ പ്രകാരം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു സ്കൂൾ കെട്ടിട സമുച്ചയം നിർമ്മിക്കുക എന്ന നിർണായകമായൊരു കാൽവെപ്പിന് ഐക്യകണ്ഠേന തീരുമാനമെടുത്തു. സീറോ ബാലൻസിലായിരുന്നുവെങ്കിലും ജനങ്ങളുടെ ആവേശവും താൽപര്യവും മുന്നിൽ കണ്ട് ശ്രമകരമായൊരു ദൗത്യത്തിന് മഹല്ല് കമ്മിറ്റി മുന്നിട്ടിറങ്ങുകയും ചെയ്തു. 2023 ജൂലൈ 21 ബഹുമാനപ്പെട്ട കണ്യാല മൗലയുടെ പ്രിയപുത്രൻ TK ജലാൽ എന്നവരിൽ നിന്നും ആദ്യ ഫണ്ട് സമാഹരണം ആരംഭിച്ചതോടെ നിർമ്മാണ മേഖലയിലേക്കുള്ള സാധ്യതകൾ തെളിഞ്ഞു വന്നു. 2023 സെപ്റ്റംബർ 14 നിയമവ്യവസ്ഥിതികളെ ആയാസകരമാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ അനുമതി ലഭിച്ചു. 2023 ഒക്ടോബർ 1 അറിവിന്റെ പ്രസരണ വീതികളിൽ പുത്തനുണർവേകുന്ന ശൈഖുന കണ്യാല മൗലയുടെ മകൻ TK ജലാൽ എന്നവരുടെയും കണ്യാല മഹല്ല ഖാദി യൂസുഫ് ഫൈസി അരീച്ചോലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കുറ്റിയടിക്കൽ കർമ്മം നിർവഹിക്കലോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. 2023 ഒക്ടോബർ 6 സ്കൂൾ മാനേജർ KP സലാഹുദ്ദീൻ എന്നവരുടെ അധ്യക്ഷതയിൽ മലയാള മണ്ണിന്റെ സുഹൃതഗേഹമായ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ കാരണവർ സയ്യിദുൽ ഉമ്മ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചതോടെ കാര്യക്ഷമമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗതി കൈവരിച്ചു. പ്രസ്തുത ചടങ്ങിൽ അബ്ദുൽ ഹമീദ് മാസ്റ്റർ MLA, അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA, പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തൊടി, AEO സക്കീർ ഹുസൈൻ എന്നിവർ സന്നിഹിതരായിരുന്നു. സ്കൂൾ നവീകരണ കാലയളവിൽ മേലാറ്റൂർ AEOയുടെ നിർദ്ദേശത്താൽ 2023 മുതൽ 2026 വരെയുള്ള 3 വർഷ കാലഘട്ടങ്ങളിൽ കണ്യാല സാലിഹിയ മദ്രസയിലാണ് സ്കൂൾ പ്രവർത്തിച്ചിരുന്നത്. തുടർന്ന് ഏകദേശം 3 വർഷങ്ങൾക്കുള്ളിൽ 90 ലക്ഷം രൂപ ചെലവഴിച്ച് 6795 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ 2 നിലകളിലായി ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, കിച്ചൺ, ഡൈനിങ്, ബാത്റൂമുകൾ ഭിന്നശേഷി സൗഹൃദ സൗകര്യത്തോടെ നവീകരിച്ച കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. അത്യാധുനിക അക്കാദമിക് സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികളുടെ പഠന പാഠ്യേതര മേഖലകളിൽ പ്രശംസനീയമായ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി മികവാർന്ന അധ്യാപന സൗകര്യത്തോടെയും ഡിജിറ്റൽ ക്ലാസ് റൂം സംവിധാനങ്ങളോടെയും CCTV ക്യാമറ ഉൾപ്പെടുത്തിയുള്ള ക്ലാസ് റൂമുകളും പ്രവർത്തനയോഗ്യമാക്കി. ഗതാഗത സൗകര്യങ്ങൾക്ക് വേണ്ടി സ്കൂൾ ബസ്, വിശ്രമ സമയങ്ങളെ വിദ്യാർത്ഥികൾക്ക് സല്ലാപമാക്കാൻ ഗാർഡൻ, പ്ലേ ഗ്രൗണ്ട് എന്നിവ ക്യാമ്പസിനകത്ത് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. 1 നൂറ്റാണ്ടിലേറെ കാലമായി പ്രദേശത്തിന്റെ വിദ്യാഭ്യാസ മേഖലകളിൽ പ്രശോഭിതമായ പാദമുദ്രകൾ അടയാളപ്പെടുത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്ന കണ്യാല AMLP സ്കൂളിന്റെ അഭിമാന നേട്ടങ്ങൾ നിരവധിയാണ്. മേലാറ്റൂർ ഉപജില്ലയിലെ പ്രൈമറി വിദ്യാലയങ്ങളിൽ പാഠ്യേതര മേഖലകളിൽ മികവുറ്റ പ്രകടനങ്ങളാണ് ഇതിനകം കാഴ്ചവെച്ചിട്ടുള്ളത്. LSS, കലോത്സവം, കലാകായികമേള, ശാസ്ത്രമേള, വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകളെ പരിപോഷിപ്പിക്കുന്ന മറ്റു ടാലന്റ് ടെസ്റ്റുകൾ എന്നിവയിൽ വിദ്യാർത്ഥികൾ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളും മഹത്തരമാണ്. AMLPയിൽ നിന്നും വിദ്യാരംഭം കുറിച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ഡോക്ടർമാർ, എഞ്ചിനീയർ, അധ്യാപകർ, സർക്കാർ ഉദ്യോഗസ്ഥർ, ബിസിനസ് സംരംഭകർ തുടങ്ങി വിവിധ പ്രൊഫഷണൽ മേഖലകളിൽ സേവനമനുഷ്ഠിക്കുന്ന ഒട്ടനേകം പൂർവ്വ വിദ്യാർത്ഥികൾ AMLPയുടെ യശസ്സുയർത്തുന്ന
ഉയർത്തുന്ന അഭിമാന പ്രൊഡക്റ്റുകളാണ്. MLP-യുടെ പാഠ്യേതര പുരോഗമന വീതികളിൽ ആശ്രാന്ത പരിശ്രമം നടത്തി വിജയ കിരീടങ്ങൾ വെട്ടിപ്പിടിക്കാൻ കരുത്തും പ്രാപ്തിയും മെളിച്ച HM ഉൾപ്പെടെയുള്ള മറ്റു സഹ അധ്യാപകർ, സർവ്വ പിന്തുണയും നൽകുന്ന PTA കമ്മിറ്റി ഭാരവാഹികൾ, ഭൗതികവും സാമ്പത്തികവുമായ പിന്തുണകൾ നൽകി പ്രോത്സാഹിപ്പിക്കുന്ന മാനേജ്മെന്റ് ഭാരവാഹികൾ ഏവർക്കും സർവ്വ ആശംസകളും അർപ്പിക്കുകയാണ്. ഗ്രാമപ്രകൃതിയുടെ സപ്തസൗന്ദര്യവും വശ്യതയും പുത്തുലഞ്ഞു നിൽക്കുന്ന മാമലകൾ മനോഹാരിത തീർത്ത കണ്യാലയെന്ന പ്രദേശത്തിന്റെ സുഹൃതത്തിന്റെ വിഹായസിലേക്ക് നവ്യാനുഭൂതികളോടെ ജ്ഞാന ഗോപുരത്തിന്റെ കവാടം മലർക്ക തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഉലമാക്കളുടെയും ഉമറാക്കളുടെയും എണ്ണമറ്റ സാധാരണക്കാരായ സജ്ജനങ്ങളുടെയും ഊർജ്ജസ്വലമായ ജീവിത നിയോഗങ്ങളുടെ ചാരിതാർത്ഥ്യവും അഭിമാനകരമായ അസ്തിത്വവുമായി രോമാഞ്ചജനകമായ ജൈത്രയാത്ര തുടരുകയാണ്. ചരിത്രവീഥികളിൽ നിസ്വാർത്ഥ സേവനങ്ങളുടെയും ഉള്ളുതൊട്ട പ്രാർത്ഥനകളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളുടെയും സാക്ഷ്യപത്രമായി വിജയവീഥിയിൽ വെള്ളവും വളവും നൽകിയ മഹാമനുഷികളെ സന്തോഷത്തിന്റെ നിറവാർന്ന കൺമിടികളോടെ സ്മരിക്കുകയാണ്. സ്കൂൾ കെട്ടിട നവീകരണത്തിന്റെ ആവശ്യകതയെയും സാധ്യതകളെയും ഭാവി തലമുറകളുടെ സ്വീകാര്യതയെയും ജനങ്ങളെ ഉദ്ബോധിപ്പിച്ച മഹല്ല ഖാലി അരീച്ചോല യൂസുഫ് ഫൈസി ഉസ്താദ് കാലത്തിന്റെ കനൽപദങ്ങളിൽ ആത്മാർത്ഥ സഹകരണത്തിന്റെ മഹാമനസ്കത കൊണ്ട് ശക്തിയും ചേതനയും പകർന്ന് കാവലും ആലംബവുമായി നിന്ന പ്രദേശവാസികൾ, നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മുന്നേറ്റങ്ങളിൽ സമയബന്ധിതമായി കാര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകി നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമായി നിർമ്മാണ പ്രവർത്തനങ്ങളെ കാര്യക്ഷമമായി നടപ്പിലാക്കിയ സ്കൂൾ മാനേജർ KP സലാഹുദ്ദീൻ, കൃത്യാന്തര ബാഹുല്യങ്ങൾക്കിടയിലും നിർമ്മാണ മേഖലകളിൽ സമയബന്ധിതമായി ഇടപെടലുകൾ നടത്തിയ മഹല്ല് സെക്രട്ടറി അബ്ദുൽ ഖാദർ ഫൈസി, ട്രഷറർ KT അബ്ദുൽ ഖാദർ എന്ന കുഞ്ഞുട്ടി ഹാജി, മദ്രസ സെക്രട്ടറി അബ്ദുൽ ഹമീദ്, നിർമ്മാണ പ്രവർത്തനങ്ങളെ മുഴുവൻ ഏകോപിപ്പിക്കുന്നതിന് മുന്നിൽ നിന്ന പാലഞ്ചേരി നാസർ, ഉമ്മർ മാസ്റ്റർ, സർവ്വ പിന്തുണയും സഹായവും നൽകി ഒപ്പം ചേർന്ന് നിന്ന മറ്റു കമ്മിറ്റി ഭാരവാഹികൾ, നാടും വീടും വിട്ടകന്ന് കടലിനപ്പുറത്ത് നിന്നും നാടിന്റെ നാനോന്മുഖ ഉന്നതി കിനാവ് കണ്ട് അകമഴിഞ്ഞ് സഹായിച്ച പ്രവാസി സഹോദരങ്ങളിൽ ഏവർക്കും ജീവിത വഴികളിൽ അനുഗ്രഹത്തിന്റെ പാതയങ്ങൾ തുറന്നു നൽകണേ എന്ന പ്രാർത്ഥനയോടെ നാടിനും നാട്ടുകാർക്കും വിദ്യാലയത്തിനും തുടർന്നും നിങ്ങളുടെ അകമഴിഞ്ഞ പ്രതിബദ്ധതയോടെയുള്ള സഹായ സഹകരണങ്ങൾ പ്രത്യാശിക്കുകയാണ്.